ചേർത്തല താലൂക്ക് ഓഫീസും അനുബന്ധ കെട്ടിടങ്ങളും ജീർണാവസ്ഥയിൽ ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിൽ. രാത്രികാലങ്ങളിൽ മരപ്പട്ടികളുടെ ആവാസ കേന്ദ്രം. ആശങ്കയിൽ ജീവനക്കാരും നാട്ടുകാരും. ചേർത്തല താലൂക്ക് ഓഫീസ് കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിൽ. ജീർണാവസ്ഥ ബോധ്യപ്പെട്ട മന്ത്രിയായിരുന്ന പി തിലോത്തമൻ്റെ ഇടപെടലിൽ താലൂക്ക് ഓഫീസും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും പൊളിച്ച് പുതിയ കെട്ടിട സമുച്ചയത്തിന് വഴിതെളിഞ്ഞതാണ്. സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ 6 കോടി രൂപ ഇതിനായി അനുവദിച്ചിരുന്നു. ഇതിനിടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിലേക്ക് മാറി. പിന്നീട് സബ് ട്രഷറി ഓഫീസ് മിനി സിവിൽ സ്റ്റേഷനിലേക്കും മാറ്റി. പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ താലൂക്ക് ഓഫീസിൻ്റെ പ്രവർത്തനം പഴയ BSNL ഓഫീസിലേക്ക് മാറ്റാനും നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതും നടന്നില്ല. അനുവദിച്ച 6 കോടിയിൽ കുറച്ചു തുക വകമാറ്റിയെന്നും പരാതിയുണ്ട്. പി പ്രസാദ് മന്ത്രിയായപ്പോൾ ചർച്ചയൊക്കെ നടന്നെങ്കിലും കാര്യങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെന്ന് താലൂക്ക് വികസന സമിതി അംഗവും കോൺഗ്രസ് എസ് നേതാവുമായ ME രാമേന്ദ്രൻ നായർ പറഞ്ഞു. എന്നാലും അധികാരികളുടെ കണ്ണു തുറക്കാഞ്ഞിട്ടാണോ ആരുടെ അനാസ്ഥ കൊണ്ടാണെന്നറിയാൻ പാടില്ല. ഇപ്പോഴും ഈ താലൂക്ക് ഓഫീസ് പുതിയ കെട്ടിടം ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറിക്കൊണ്ട് ഇവിടെ പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടി പല പ്രാവശ്യങ്ങൾ ഫണ്ടുണ്ടെന്ന് പറയുകയും ആ ഫണ്ടൊക്കെ ലാപ്സായി പോവുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. താലൂക്ക് ഓഫീസിൻ്റെ അകത്ത് മരപ്പെട്ടി കയറുകയും അവിടെ ഫയലുകൾ വലിച്ചുകൊണ്ട് പോവുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇതൊന്നും പുറത്തുവിടാതെ ആരോക്കെ കൊണ്ടു നടക്കുകയാണ്, ആരെയും അറിയിക്കാതെ. അപ്പോൾ ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളുടെ പല വിധത്തിലുള്ള ഫയലുകൾ കാലക്രമേണ അവിടെ ഉണ്ടാകാതെ വരുന്നത് ഇതുകൊണ്ടൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാനാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. 1/2 ഏക്കർ സ്ഥലത്ത് 150 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അപകടാവസ്ഥയിൽ നിലവിലുള്ളത്. അതിൽ താലൂക്ക് ഓഫീസ് കൂടാതെ ചേർത്തല DYSP ഓഫീസും വോട്ടർ പട്ടിക സെക്ഷൻ ഓഫീസും തുടങ്ങി വിവിധ ഭാഗങ്ങളിലായി 100ഓളം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നു. രാജഭരണകാലത്ത് കുറ്റം ചെയ്തവരെ വിചാരണ നടത്തിയിരുന്ന കെട്ടിടവും ഇവിടെയുണ്ട്. കാലപ്പഴക്കത്താൽ എല്ലാ കെട്ടിടങ്ങളും ചോർന്ന് ഒലിക്കുന്ന സ്ഥിതിയിലാണ്. രാത്രികാലങ്ങളിൽ മരപ്പട്ടിയുടെ ആവാസ കേന്ദ്രവുമാണ്. മഴക്കാലത്ത് ചോർച്ച ശക്തമാകുമ്പോൾ ഇരിപ്പിടങ്ങൾ മാറ്റിയിട്ടാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ജീവനക്കാർക്ക് അമർഷമുണ്ടെങ്കിലും പലരും അത് പരസ്യമായി പറയുന്നില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖകൾ ശേഖരിച്ചിട്ടുള്ള കെട്ടിടവും ജീർണാവസ്ഥയിലാണ്. കുറേയേറെ രേഖകൾ ഡിജിറ്റലൈസേഷൻ സംവിധാനത്തിലേക്ക് മാറ്റിയെങ്കിലും അതിപുരാതന രേഖകൾ എല്ലാം നഷ്ടമായിട്ടുണ്ട്. ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾ പുനരുദ്ധരിക്കുകയോ പുനർനിർമ്മിക്കുകയോ വേണമെന്ന ആവശ്യത്തിന് പരിഹാരം കാണാൻ അടുത്ത കാലത്തായി കാര്യക്ഷമമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. വിൻമീഡിയ, ചേർത്തല.